ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നാടൻ സ്റ്റൈലുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയുടെ പ്രിപ്പറേഷനിലേക്ക് കിടന്നാലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടത്. ഞാനതെങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ എടുത്തു വെച്ച മസാലകളെല്ലാം നമ്മുടെ ഈ ഒരു ബേസണിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1.5 കിലോ ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഉപ്പും വിനാഗിരി ഉപയോഗിച്ച് ചോരയെല്ലാം കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂറിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ താളിക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാനൊരു 3 മീഡിയം സൈസിലുള്ള സവാള സ്ലൈസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കനം കൂടിയാലും കുഴപ്പമില്ല, കനം കുറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ ഒരു 6 നമ്മുടെ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ നിങ്ങളുടെ പച്ചമുളകിന് എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഒരു 15 അല്ലി ചെറിയ വെളുത്തുള്ളി, ഒരു 15 അല്ലി ചുവന്നുള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി സ്ലൈസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 തക്കാളി. ഈ നമ്മുടെ ഈ തക്കാളിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് മസാല ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതാണ് നമ്മുടെ മസാല ഐറ്റംസ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് തേങ്ങാപ്പാലാണ്. 1 മുറി തേങ്ങ 2 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ പാലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ വറുത്തെടുക്കാം. അപ്പോൾ ചിക്കൻ വറുക്കാനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കണം കേട്ടോ നമ്മുടെ ഈ ചിക്കൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. കാരണം നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ നാടൻ ആയതുകൊണ്ടിട്ടാണ്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുവാണ്. ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വരട്ടെ. നമ്മുടെ ഒരു സൈഡ് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഈ നാടൻ ചിക്കൻ കറിക്ക് ഓവറായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ചിക്കൻ കറി നമുക്ക് വറുക്കാതെ ആണെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി അടുത്ത സൈഡ് കൂടി ഫ്രൈ ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് നോക്കാം. അടുത്ത സൈഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ചിക്കനും നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ ചിക്കൻ എല്ലാം ഞാൻ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ വറുക്കാൻ ഉപയോഗിച്ച എണ്ണ തന്നെയാണ് നമ്മുടെ ഈ കറിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് ലേശം എണ്ണ കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് കാണിച്ചതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില വിട്ടുപോയതാണ്. ഒരു 3 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതിനായിട്ട് ഞാൻ അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് നോക്കാം. നമ്മുടെ സവോള നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മീഡിയം സൈസിലുള്ള 2 തക്കാളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തക്കാളിയുടെയും വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചെയ്യാൻ. നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഈ മിക്സ് നല്ലപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമ്മുടെ ചിക്കനിൽ ഉപ്പിട്ട കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. നിങ്ങൾക്കിപ്പോൾ ഇത്തിരി കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് അല്പം കൂടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നല്ലതുപോലെ തിളച്ച് നമ്മുടെ എണ്ണ തെളിയുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാം. അപ്പം നമ്മുടെ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ. പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ ബൈ ബൈ.